السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജീവിതം റബീഉൽ അവ്വൽ മാസം 1 തുടങ്ങി ഇന്ന് വരെ അൽഹംദുലില്ലാ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാളുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി ആ ഹബീബായ തങ്ങളുടെ പ്രധാനപ്പെട്ട പാഠങ്ങളും ലോകത്തിനുള്ള സന്ദേശങ്ങളും നാം പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ കുറഞ്ഞ സമയം നമുക്ക് ഖൈബർ യുദ്ധത്തെ കുറിച്ചൊന്ന് പറയണം. ഹിജ്റയുടെ 7-ാം വർഷം മുഹറം മാസത്തിലാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്. ഖൈബർ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഒരു 70 മൈൽ അപ്പുറമുള്ള വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശം സുരക്ഷിതമായ കോട്ടകളും സൗകര്യങ്ങളെല്ലാം ഉള്ള രീതിയിൽ യഹൂദികൾ അവരുടെ ഒരു അധിനിവേശ പ്രദേശമായിരുന്നു, കേന്ദ്രമായിരുന്നു. ജൂതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശ്വാസികൾക്കും വിശ്വാസങ്ങൾക്കും ഏൽക്കുന്ന പരിക്കുകൾ സ്ഥിരമായി പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും, നേരത്തെ ഖന്തഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ജൂതന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കരുനീക്കം, ചതിയുടെ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഖന്തഖ് എന്ന് പറയുന്ന ഒരു യുദ്ധം തന്നെ സംഭവിക്കാനുള്ള കാരണമെന്നും നമ്മൾ പറഞ്ഞു. നേരത്തെ ഉണ്ടായ ബദർ യുദ്ധമാണെങ്കിലും ഉഹദ് യുദ്ധമാണെങ്കിലും പ്രതിരോധത്തിന്റെ ആദ്യ പടികളായിരുന്നു. ആ യുദ്ധങ്ങൾക്കു പിറകെ ഖുറൈശികൾ അല്പം പിറകിലേക്ക് നിന്നെങ്കിലും അവരെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. അന്ന് ഖന്തഖിൽ നമ്മൾ കണ്ടത് ജൂതന്മാരുടെ പ്രവർത്തന ഫലമായി. അതിൽ പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഹുദൈബിയയിലൂടെ നേടിയെടുക്കുകയും ലോക രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിലേക്ക് ദഅവത്താക്കിയുള്ള കത്തുകൾ അയക്കുകയും പ്രത്യേകം ദൂതന്മാരെ തന്നെ ഹബീബായ തങ്ങൾ കിസ്റയുടെ അടുക്കലേക്കും കൈസറിന്റെ അടുക്കലേക്കും എല്ലാം പറഞ്ഞയക്കുന്നുണ്ട്. ഏതായാലും ചരിത്രങ്ങളെല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഖൈബർ യുദ്ധത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു പശ്ചാത്തലവും അതിലുണ്ടായ സംഭവങ്ങളും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈബർ യുദ്ധത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന നേരത്തെ ഹുദൈബിയ സന്ധിയിൽ അതിന്റെ മുമ്പ് ഹബീബായ മുത്തുനബിയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്തവരായ ആ ബൈഅത്ത് റിളവാനിലുള്ള സ്വഹാബത്തിനെ കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടെ അവർക്ക് വിജയവും അവർക്ക് എല്ലാ നിലക്കുമുള്ള സന്തോഷവും സക്കീനത്തും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ രേഖപ്പെടുത്തുകയും ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ എന്ന് തുടങ്ങിയിട്ട് വകാനല്ലാഹു അസീസൻ ഹകീമാ എന്നവസാനിക്കുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ മരത്തിന്റെ കീഴെ വെച്ച് സത്യം ചെയ്ത വിശ്വാസികൾ അവര് താങ്കളോട് ഉടമ്പടി ചെയ്തപ്പോ അവരിൽ അല്ലാഹു തൃപ്തനായിട്ടുണ്ട് എന്നു മാത്രമല്ല അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അവൻ അവർക്ക് മനഃശാന്തി വർഷിപ്പിക്കുകയും ഉടനെ തന്നെയുള്ള വിജയവും സ്വന്തമാക്കാവുന്ന ഒരുപാട് സമരാർജിത സ്വത്തുക്കളും പ്രതിഫലം നൽകുകയുണ്ടായി.
അല്ലാഹു അസീസാണ്, അവൻ ഹകീമാ. ഇങ്ങനെ പറഞ്ഞ ആ ആയത്തിന്റെ പുലർച്ചയാണ് യഥാർത്ഥത്തിൽ ഖൈബറിൽ നാം കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹിജറയുടെ 7-ാം വർഷം മുഹറം മാസത്തിലാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്. മദീനയുടെ ചുമതല ബഹുമാനപ്പെട്ട സിബാ ഇബ്നു ഉർഫുത്ത് അൽ ഗിഫാരി എന്ന് പറയുന്ന സ്വഹാബിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് മദീനയിൽ നിന്ന് അവർ പുറപ്പെടുന്നത്. ആ സമയത്ത് ഹബീബായ തങ്ങളുടെ പ്രത്യേകം നിർദ്ദേശമുണ്ടായി, ഹുദൈബിയയിൽ ഉണ്ടായിരുന്ന ആളുകളല്ലാണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400 പേരുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ 200ഓളം ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ആ കൂട്ടത്തിൽ യുദ്ധത്തിനിടയിൽ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കാനും മുറിവ് പറ്റിയവരെ രോഗികളെയും ചികിത്സിക്കാനും സ്വഹാബി വനിതകളായി ഏകദേശം 20 ആൾമാർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഖൈബറിലേക്ക് പുറപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു, ഒരുപാട് കോട്ടകളുള്ള ഒരു സ്ഥലമാണ് ഖൈബർ എന്ന് പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിന്റെ ചാരത്തെത്തിയപ്പോ ഹബീബായ തങ്ങൾ അവിടുന്ന് ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ പോയാൽ പകലാവാതെ ഒരു ആക്രമണം നടത്താറില്ല. രാത്രിയിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഭീരുവിനെ പോലെ ആൾമാരെ പ്രയാസപ്പെടുത്തി ആ രീതിയിലുള്ള യുദ്ധതന്ത്രം, അത് യുദ്ധതന്ത്രമല്ല, അത് ചതിപ്രയോഗമാണ്. അങ്ങനെ ഹബീബായ തങ്ങൾ ചെയ്യാറില്ല. അതേ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലാവാൻ കാത്തിരിക്കും. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ബാങ്കിന്റെ വിളി കേട്ടാൽ അവിടെ ആക്രമണം നടത്തില്ല. വാങ്ക് വിളി കേട്ടില്ലെങ്കിൽ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഖൈബറിലിരിക്കുന്ന സമയം രാത്രി പുലർന്നു. പുലർച്ചയായി വാങ്ക് വിളിയൊന്നും കേട്ടില്ല. ഹബീബായ തങ്ങളും സ്വഹാബത്തും മുന്നോട്ട് നടക്കുകയാണ്. ഖൈബറിലെ തൊഴിലാളികളുടെ പ്രഭാത സഞ്ചാരം അവർ കാണാനിടയായി. ഖൈബറിലെ തൊഴിലാളികളാകുന്ന പണിക്ക് പോകുന്ന ആൾമാരൊക്കെ നടക്കുന്നുണ്ട്. അവരവരുടെ മൺവെട്ടിയും അതുപോലെ തന്നെ കൊട്ടയും അവരുടേതായിട്ടുള്ള കൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ആ സമയത്ത് ഹബീബായ മുത്തുനബിയെയും സ്വഹാബത്തിനെയും കണ്ടപ്പോ അവര് വിളിച്ചു പറയാണ്, എന്താ മുഹമ്മദും സൈന്യവും വന്നിരിക്കുന്നു. അവരങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവരിങ്ങനെ പേടിച്ചോടുകയാണ്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയാണ്, നമ്മളൊരു വിഭാഗത്തിന്റെ അടുക്കൽ ഇറങ്ങിയാൽ അവരുടെ പ്രഭാതം പിന്നെ എത്ര മോശകരമാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അതാ ഖൈബറിലെ കോട്ടകളെല്ലാം അതിക്രമിക്കുകയാണ്. ഓരോരോ കോട്ടകളായി കീഴടക്കാൻ തുടങ്ങി. ആദ്യം കീഴടക്കിയത് നായിം എന്നു പേരുള്ള കോട്ടയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത് കീഴടക്കിയത്. നമുക്കെല്ലാം അറിയാം, കാരണം അത് മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഅ്ജിസത്ത് അവിടെ കാണാം. അലിയാർ തങ്ങളുടെ കണ്ണിരിക്ക് ചെങ്കണ്ണ് ബാധിച്ചിരുന്നു. അതിങ്ങനെ ചുകത്തിട്ട് ശരിക്ക് ലൈറ്റിലേക്ക് നോക്കാൻ കഴിയാണ്ട് പ്രയാസം നിൽക്കുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ വിജയ പതാക, അള്ളാഹുവും അവന്റെ ദൂതരും ഇഷ്ടപ്പെടുന്ന ഒരാളെ നാളെ ഒരാൾക്ക് നാളെ പതാക എന്തും അല്ലെങ്കിൽ അയാൾക്ക് പതാക കൊടുക്കുമെന്ന് ഖൈബറിന്റെ തലേനാള് പറയേണ്ടായി. അയാള് അവിടം വിജയിച്ചടക്കും, ഖൈബറിൽ വിജയം അയാളെ കൊണ്ടുണ്ടാകും എന്ന് പറയുകയാണ്. സ്വഹാബി ശ്രേഷ്ഠരാകുന്ന വലിയ വലിയ സ്വഹാബത്തെല്ലാം ആ പതാകയൊന്ന് കിട്ടിയിരുന്നെങ്കിലും, കാരണം എന്താ, ഖൈബറിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊണ്ട് വിജയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിജയം തന്നെ കൊണ്ടാകണം എന്ന ആഗ്രഹമാ പലരും അവരിങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഹബീബായ തങ്ങൾ പതാകവാഹകരാകാൻ അവിടുന്ന് വിളിച്ചത് മഹാനായ അലിയാർ തങ്ങളെയാ. ആ അലിയാർ തങ്ങളെ വിളിപ്പിച്ചപ്പോ
അലിയാർ തങ്ങളുടെ കണ്ണിന്റെ പ്രയാസം ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് അവിടുത്തെ ഉമിനീര് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ കണ്ണിലേക്ക് അങ്ങ് ആക്കുമ്പോ ആ അസുഖം സുഖപ്പെട്ടു. എന്നിട്ട് ആ പതാക അങ്ങ് കൊടുക്കുകയാണ്. ആ അലിയാർ തങ്ങളാണ് ഖൈബറിലെ നാഇം എന്ന് പറയുന്ന വലിയ കോട്ട കീഴടക്കുന്നത്. നമുക്കവിടെ കാണാം ബഹുമാനപ്പെട്ട ഒരു ഖൈബറിന്റെ കോട്ടയുടെ വലിയ വാതില് പിന്നീട് 100ഓളം ആൾമാരെടുക്കാൻ ശ്രമിച്ചത് അലിയാർ തങ്ങൾ ഒറ്റക്കെടുത്ത് പരിചയമായി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഇസ്ലാമിന്റെ വിജയ പതാക, നാളെയുടെ വിജയം കാണാനുള്ള പതാക, ആ പതാക നൽകിയപ്പോ അലിയാർ തങ്ങൾ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുസ്ലിമാകുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അലി, സാവകാശം കാണിക്കണം. നീ അവരുടെ അടുക്കലെത്തട്ടെ. എന്നിട്ട് അവരിൽ ആരെങ്കിലും അവരിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അള്ളാഹുവിനോടുള്ള കടമകളിൽ അവരോടിങ്ങനെ അവരുടെ മേൽ നീ ഇഷ്ടപ്പെടുന്നതൊക്കെ അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവാണ് സത്യം. ഹബീബായ തങ്ങൾ പറയാണ്, നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നീ കാരണം അള്ളാഹു ഒരാള് സന്മാർഗത്തിലാക്കുന്നതാ നിനക്ക് ഏറ്റവും നന്മയുള്ള കാര്യം. നോക്കൂ, ഒട്ടകങ്ങളിൽ വലിയ മുന്തിയ ഐറ്റമാണ് ചുവന്ന ഒട്ടകങ്ങൾ. അത് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറ് ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങൾ കാരണം ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നുവരലാണ്. അവിടെ കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഖൈബർ പട്ടണത്തിലെത്തിയപ്പോ മർഹബ് എന്നു പേരുള്ള ഒരു അശ്വഭടൻ അയാൾ ഇങ്ങനെ മുന്നോട്ട് വരികയും കവിതയും പാടിക്കൊണ്ടാ വരുന്നത്. അവർ രണ്ടാളുകളും തമ്മിൽ യുദ്ധമായി. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്നുള്ള ഒരു വെട്ട് മർഹബിന്റെ തലയിലുള്ള ആ ഹെഡിനെ കവച്ചു വെക്കുന്ന ഗാർഡ് അതങ്ങ് തകർത്ത് തല വെട്ടി രണ്ടായി പിളർത്തി അയാളങ്ങ് ചത്തു വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഖൈബറിൽ കാണാം. ഖൈബറുകാരനും എത്യോപ്യൻ വംശജനുമായ ഒരു കറുത്ത അടിമ തന്റെ യജമാനന്റെ വളർത്തുമൃഗങ്ങളുമായി ഖൈബറിലേക്ക് എത്തിയപ്പോ ഖൈബറുകാരെല്ലാം ആയുധമേന്തി നിൽക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ആ സമയത്ത് അവര് പറയേണ്ടായി, നബിയാണെന്ന് വാദിക്കുന്ന ഇയാളുമായി ആരാ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യുദ്ധത്തിന് പോവുകയാണ് ഞങ്ങൾ. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. മൃഗങ്ങളുമായി ഹബീബായ തങ്ങളുടെ മുട്ടച്ചെന്നു ഹബീബായ തങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? എന്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിലേക്കും അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം ആ സത്യം സാക്ഷ്യം വഹിക്കുന്നതിലേക്കുമാ ഞാൻ ആൾമാരെ ക്ഷണിക്കുന്നത്. അയാൾ ചോദിച്ചു, ഞാൻ സാക്ഷ്യം വഹിക്കുകയും അല്ലാഹുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ എന്താണ് എനിക്ക് നേട്ടം? എന്താണ് എനിക്ക് ലഭിക്കുക? ഹബീബായ തങ്ങൾ പറഞ്ഞു, അങ്ങനെ വിശ്വാസിയായിക്കൊണ്ട് നീ മരണമടഞ്ഞാൽ സ്വർഗം ലഭിക്കുന്നതാ. അയാൾ ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടുക്കലുള്ള ഈ മൃഗങ്ങളെല്ലാം അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ഞാൻ തിരിച്ച് എന്റെ യജമാന്റെ അടുക്കലേക്ക് പോയാൽ ഞാൻ മുസ്ലിമായ വിഷയം അറിഞ്ഞാൽ പ്രയാസമാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞതും, നീ അതിനെ വിട്ടയക്കൂ, എന്നിട്ട് ചരൽ കല്ല് ഭാര്യയെടുത്ത് അവയങ്ങേറിയണം.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് പറഞ്ഞു, അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ മൃഗങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ആ വസ്തുക്കളെ അല്ലാഹു അവരിലേക്ക് തന്നെ എത്തിക്കുന്നതാ. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു. ആ മൃഗങ്ങളെല്ലാം അതിന്റെ യഥാർത്ഥ യജമാനനാകുന്ന ഓണറുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുകയാണ്, അവരല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതാ അവരല്ലാഹുവിന്റെ മാർഗത്തിലായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് അതാ യുദ്ധം കഴിഞ്ഞപ്പോ മൗത്തായ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ആ മുസ്ലിമീങ്ങളുടെ ശരീരം ഇങ്ങനെ കൊണ്ടുവന്നപ്പോ നേരത്തെ പറഞ്ഞ ആ ഹബശിയായ എത്യോപ്യക്കാരനായ അടിമയും അതിലുണ്ട്. ഹബീബായ തങ്ങൾ ചോദിച്ചു, ഇത് നേരത്തെ വന്ന ആളല്ലേ? അതേ നബിയേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഈ അടിമയെ ആദരിച്ചിരിക്കുന്നു, അവനെ നന്മയുടെ വഴിയിലേക്ക് നടത്തിയിരിക്കുന്നു. അയാളുടെ ശിരസിന്റെ തലയുടെ ഭാഗത്ത് 2 സ്വർഗീയ സ്ത്രീകളെ ഞാൻ കണ്ടു. അല്ലാഹുവിന് ഒരിക്കലും അയാൾ സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അയാൾക്ക് സ്വർഗം കിട്ടി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം നൽകിയതും ആ രീതിയിൽ ചെറിയ പ്രയാസം അനുഭവിച്ചതൊക്കെ ഈ ഒരു ഖൈബറിന്റെ പശ്ചാത്തലത്തിലാണ്. ഏതായാലും ഖൈബർ വലിയ വിജയമായി, സഹാബത്ത് വലിയ സന്തോഷത്തോടുകൂടെ അതിൽ ലഭിച്ച സമ്പത്തുമായി തിരിച്ച് മദീനയിലേക്ക് തന്നെ പോവാണ് ചെയ്യുന്നത്. ഹിജ്റയുടെ 7-ാം വർഷം മുഹറം മാസം നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഖൈബർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.